മലയാള സിനിമയിലെ തിരക്കഥാകൃത്തുക്കളിൽ ശ്രദ്ധേയനാണ് ശ്രീ ബാബു ജനാർദ്ദൻ. ബോംബെ മാർച്ച് 12 എന്ന ചിത്രത്തിലൂടെ സംവിധാന രംഗത്തേക്കും അദ്ദേഹം പ്രവേശിച്ചു കഴിഞ്ഞു. തൻ്റെ രചനാ രീതികളെക്കുറിച്ച് അദ്ദേഹം നമ്മളോട് സംസാരിക്കുന്നു. തിരൂരിനടുത്ത് ഉഴവൂർ CP പോക്കർ ഹാജി മെമ്മോറിയൽ ഹൈസ്കൂളിലെ ചിത്രകലാ അധ്യാപകൻ, അറിയപ്പെടുന്ന ചിത്രകാരൻ, 20ഓളം മലയാള സിനിമകൾക്ക് തിരക്കഥകൾ രചിച്ച, ഇപ്പോൾ ബോംബെ മാർച്ച് 12 എന്ന സിനിമയിലൂടെ സ്വതന്ത്ര സംവിധായകനായ ശ്രീ ബാബു ജനാർദ്ദനാണ് നമ്മുടെ അതിഥി. എൻ്റെ അച്ഛനുറങ്ങാത്ത വീട്, ചന്ദ്രനദിക്കുന്ന ദിക്കിൽ തുടങ്ങിയ സിനിമകൾക്ക് തിരക്കഥ എഴുതിയത് ബാബുവാണ്. സ്വാഗതം ബാബു. സമ്മാനിതമായിട്ടുള്ള ഒരുപാട് തിരക്കഥയിൽ അഭിനയിച്ച നടന്മാർക്ക്, സിനിമയ്ക്കൊക്കെ ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അച്ഛനുറങ്ങാത്ത വീട് സെക്കൻഡ് ബെസ്റ്റ് ഫിലിമായിരുന്നു ആ വർഷത്തെ. സലീം കുമാർ സെക്കൻഡ് ബെസ്റ്റ് ആക്ടറായിരുന്നു. തലപ്പാവ് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് മികച്ച നവാഗത സംവിധായകനുള്ള അവാർഡ് കിട്ടിയിരുന്നു. ബെസ്റ്റ് ആക്ടറിന് ആ വർഷത്തെ ലാലേട്ടന് അവാർഡ് കിട്ടി. പിന്നെ അതിന് എഡിറ്റർക്ക് അവാർഡ് ഉണ്ടായിരുന്നു അല്ലേ. ജഗതി ചേട്ടന് വാസ്തവത്തിലെ അഭിനയത്തിനുണ്ടായിരുന്നു. വാസ്തവത്തിലെ അഭിനയത്തിന് പൃഥ്വിരാജിന് മികച്ച നടനുള്ള അവാർഡ് കിട്ടി. അപ്പോൾ തുടർച്ചയായിട്ട്, ശരിക്കും അത് തുടർച്ചയായിട്ടാണ് സംഭവിച്ചത്. ഇപ്പോൾ ഒരു കഥാപാത്രത്തിന് ഒരു അവാർഡ് കമ്മിറ്റി അംഗീകരിക്കുമ്പോൾ, അല്ലെങ്കിൽ ജനങ്ങളെ അംഗീകരിക്കുമ്പോൾ, അപ്പോഴാണ് ശരിക്കും ഒരു നടനും സമ്മാനിതനാവുന്നത്. അതിൻ്റെ പുറകിലുള്ളൊരു പാത്രസൃഷ്ടിയുടെ ഒരു കരുത്ത് വളരെ പ്രധാനമാണ്. അപ്പോൾ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, ഒരു കഥാപാത്രമാണോ ആദ്യം ഉണ്ടാവുക, അതോ ഒരു കഥയാണോ ആദ്യം ഉണ്ടാവുക? അത് പക്ഷേ അങ്ങനെ കഥാപാത്രങ്ങളിൽ നിന്നും കഥ ഉണ്ടാകുന്ന അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല. സംഭവങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇൻസിഡൻസിൽ നിന്നൊക്കെ ആയിരിക്കും നമ്മൾ കഥയിലേക്ക് എത്താൻ തയ്യാറാകുന്നത്. പിന്നെ അതിനകത്ത് സപ്പോർട്ടിങ് ആക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ, നമ്മളിപ്പം ഒരു വീട്ടിലെ ഒരു പണിക്കാരൻ്റെ ഒരു ക്യാരക്ടർ വരുന്നുണ്ടെങ്കിൽ എങ്ങനെയുള്ള പണിക്കാരനായിരിക്കണം എന്ന് ആലോചിക്കുമ്പം നമ്മളെവിടെയെങ്കിലും കണ്ടു മറന്നോ അല്ലെങ്കിൽ വായിച്ചറിഞ്ഞതോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പറഞ്ഞു കേട്ടതോ ഒക്കെയുള്ള കഥാപാത്രങ്ങളുടെ മാനറിസമൊക്കെ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഒരു സ്പെസിമൻ, ഒരു മോഡലിനെ വെച്ചിട്ട് ഒരിക്കലും അതിൽ നിന്നൊരു കഥ ഉണ്ടായിട്ടില്ല. ഇല്ല. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞപ്പം ലാലു ഡയറക്റ്റ് ചെയ്ത അച്ഛനുറങ്ങാത്ത വീട് എന്ന് പറയുന്ന സിനിമയുടെ ഒരു കഥാപാത്രത്തിൽ നിന്നാണ് കഥ ഉണ്ടായതെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ കഥാപാത്രത്തിൻ്റെ സംഭവങ്ങളാണ് നമ്മളെ അതിലേക്ക് അടുപ്പിച്ചത്. ഇപ്പം ഒരു പീഡന കേസിലെ പ്രതിയായ അക്യൂസ്ഡായ ആൾക്കാർ, അതിലെ പെൺകുട്ടി, ഇപ്പോൾ പെൺകുട്ടിയുടെ കഥയാണ് നമ്മൾ പറഞ്ഞെങ്കിലും നമ്മളെ ആ സംഭവമാണ് നമ്മളെ സിനിമയിലേക്ക് എത്തിച്ചത്. തിരക്കഥ രൂപപ്പെടുന്നതിൻ്റെ ആദ്യത്തെ ഘട്ടം, ഇപ്പോൾ ഒരു ഇൻസിഡൻറ്റ് സ്ട്രൈക്ക് ചെയ്യുന്നു. ചിലപ്പോൾ ഒരു റിയൽ ഇൻസിഡൻ്റ് ആയിരിക്കും സ്ട്രൈക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഓർമ്മ മറിഞ്ഞു കിടന്ന, അല്ലെങ്കിൽ ചാരം മൂടിക്കിടന്ന ഒരു കനലിൽ ഇളങ്കാറ്റ് വന്ന് വീശി ജ്വലിപ്പിച്ചു എന്ന് പറയുന്നത് പോലെ, മറന്നു കിടന്ന എന്തോ ഒരു കാര്യം മറ്റെന്തോ കാരണം കൊണ്ട് പെട്ടെന്ന് ഓർമ്മ വരികയും അതിൽ നിന്നൊരു കഥ ഉണ്ടായി വരും. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ ചിലപ്പം കഥ ഉണ്ടാകണം എന്നുള്ള ആവശ്യകതയോടുകൂടി കഥ ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ ഈ ചാരം പൊടിയും പൊടിയിട്ടൊക്കെ എടുക്കാൻ വേണ്ടി ശ്രമിക്കാം. ചില ഒരു സിനിമ ചെയ്യണം, കഥ കൈവശം ഇല്ല എന്നുള്ളപ്പോൾ. പക്ഷെ അത് പലപ്പോഴും നമ്മൾ നേരത്തെ ഇതുപോലെ സംഭവങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ വ്യക്തികളിൽ നിന്നോ കണ്ടെത്തിയ കഥകൾ അതിനായിരിക്കും. ഇപ്പം എന്നെ സംബന്ധിച്ചോളം എനിക്ക് തോന്നുന്നു, ഇപ്പോൾ ഏറ്റവും കൂടിയ കാലയളവിൽ ഏറ്റവും കുറച്ച് തിരക്കഥകൾ എഴുതിയ ആൾ ഞാനാണ്. ഒന്ന് ഇതൊക്കെ തന്നെയാണ് കാരണം. വെച്ചാൽ ഇപ്പം ലാലുവിനും അറിയാം. അപ്പോൾ നമ്മൾ 2 സിനിമ ചെയ്തപ്പോഴും ഒരു സിനിമയുടെ കഥ ലാലുവിൻ്റെയാണ്, രണ്ടാമത്തെ കഥ നാട്ടുകാരുടെയാണ്. അപ്പോൾ ഇത് രണ്ടും ഈ കഥകളിൽ നിന്ന് ആണ് നമ്മൾ എത്തിയത്. അപ്പം അങ്ങനെ വളരെ ലാഘവത്തോടുകൂടി കഥ കിട്ടാറുമില്ല, ചെയ്താൽ ശരിയാകത്തുമില്ല, ചെയ്തിട്ടുണ്ടെങ്കിലൊക്കെ കുഴപ്പമായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഈ കഥ കിട്ടുന്ന വഴിയെക്കുറിച്ച് വളരെ ഗൗരവമായിട്ട് കണ്ടു തുടങ്ങി കുറച്ച് കാലമായിട്ട്. ഏതൊക്കെ ഘട്ടത്തിലൂടെയാണ് തിരക്കഥ രചന കടന്നു പോകുന്നത്? എന്നെ സംബന്ധിച്ചാലും ആദ്യം മുതലേ ഉള്ളൊരു രീതി എന്ന് പറഞ്ഞാൽ, ഈ 1 ലൈൻ എഴുതാന്ന് പറയുന്ന ഒരു രീതി എനിക്ക് അറിയില്ല. ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമയുടെ എണ്ണം കുറഞ്ഞത്. ചിലർ കഥ പറഞ്ഞിപ്പം ഡയറക്ടറുടെ അടുത്ത് കഥ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഷൂട്ടിംഗ് തുടങ്ങാം എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്കത് പറ്റത്തില്ല. കാര്യം വെച്ചാൽ ഫുൾ സ്ക്രിപ്റ്റ് തീരാതെ ഒരു സീൻ പോലും എടുക്കാൻ പറ്റത്തില്ല. കാര്യം 14ാമത്തെ സീനിൽ നിന്നാണ് 15ാമത്തെ സീൻ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ വരുന്നത്. ഒരു 1 ലൈൻ ഉണ്ടെങ്കിൽ 1 ലൈൻ വെച്ച് പണ്ട് കാലത്ത് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ 7ാമത്തെ സീൻ എഴുതിയതിന് ശേഷം പിന്നെ 1ാമത്തെ സീൻ എഴുതാൻ പറ്റും. വെച്ചാൽ ഡീറ്റെയിൽ 1 ലൈനിലൊക്കെയാണ്. പക്ഷേ അത് ഒരു ശീലം ഉണ്ടായിട്ടില്ല. ശീലം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് നടന്നിട്ടില്ല. എന്നെ സംബന്ധിച്ചാലും സീൻ 1 തുടങ്ങി സീൻ 70 അല്ലെങ്കിൽ 40 എന്ന് തീർക്കുന്ന ഒരു രീതിയിലാണ് എഴുതി പോകുന്നത്. ഇതിനിടയ്ക്ക് ഈ നോട്ട് കുറിക്കുക, അങ്ങനെയുള്ള ഒരു എന്താ പറയുക, ഒരു കരട് രേഖ ഉണ്ടാക്കും. ഒരു ഗ്രാഫ് എന്നൊക്കെ പറയുന്ന പോലെ ഇങ്ങനെയൊക്കെ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞുള്ള സംഭവം. ഇതൊക്കെ ഈ പറഞ്ഞ പോലെ
ഒരു സിനിമയ്ക്ക് എന്ന് പോലെ ആയിരിക്കത്തില്ല മറ്റു സിനിമയ്ക്ക്. അങ്ങനെ ഒരു അടിസ്ഥാനപരമായിട്ടൊരു രീതിയില്ല. ആദ്യത്തെ ഘട്ടം എന്ന് പറഞ്ഞതിലൂടെ നേരത്തെ പോലെ ഒരാശയം ഉണ്ടായിരിക്കുക, പ്രമേയം. എന്നിട്ട് ആ പ്രമേയം എങ്ങനെയാണ് ഏറ്റവും രത്നച്ചുരുക്കം, ആ പ്രമേയം എങ്ങനെയാണ് ആളുകളിലേക്ക് എത്തിക്കാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു രത്നച്ചുരുക്കം. അതിന് നമ്മൾ പറയുന്നത് സംഗ്രഹമെന്ന് പറയാം, ഒരു കഥാസംഗ്രഹമെന്നോ ഒക്കെ പറയാം, സിനോപ്സിസ് എന്ന് പറയുന്നത്. ഇതെഴുതി കഴിഞ്ഞാൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചിട്ടയ്ക്ക് സ്ക്രിപ്റ്റ് എഴുതുന്ന ഒരാൾ, ഒരു തിരക്കഥ എഴുതുന്ന ഒരാൾ ചെയ്യുന്നതാണ്. അങ്ങനെ ഒരു സിനോപ്സിസ് എഴുതുന്നു. അത് കഴിഞ്ഞ് പിന്നെ അയാൾ ചെയ്യുന്നത് ഇത് ഏതെല്ലാം സന്ദർഭങ്ങളിലൂടെയാണ്, ഏതെല്ലാം ഘട്ടങ്ങളിലൂടെയാണ് ഇത് പുരോഗമിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിന് പറയുന്നത്, ശരിക്കും പറഞ്ഞാൽ അതിന് പറയുന്നത് ട്രീറ്റ്മെൻ്റ് എന്നാണ്. അതിൽ സംഭാഷണം ഉണ്ടാവണമെന്നില്ല, അത് ഏതെല്ലാം സമയത്ത് നടക്കണമെന്ന് കാണണമെന്നില്ല, പിന്നെ ഓരോ രംഗത്തിൻ്റെയും വിവരണം കാണണമെന്നില്ല. പക്ഷേ ഇതിനകത്തെ സംഭവങ്ങളുടെ, കഥാസന്ദർഭങ്ങളുടെ ഒരു തുടർച്ചയായിരിക്കും ഈ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് പൂർണ്ണമായി കഴിയുമ്പോഴത്തേക്ക് ശരിക്കും ഒരു നല്ലൊരു, അങ്ങനെ എഴുതിയ, വളരെ വിശദമായിട്ട് എഴുതിയ ഒരു തിരക്കഥ വായിച്ചാൽ ഏതാണ്ടൊരു സിനിമ കാണുന്നതിൻ്റെ പകുതി എഫക്റ്റെങ്കിലും കിട്ടും. എനിക്ക് 1 ലൈൻ നിർബന്ധമായിട്ടും എഴുതണം. 1 ലൈൻ എഴുതിയില്ലെങ്കിലും 1 ലൈൻ വേണമെന്നില്ല, എനിക്ക് നോട്ട്സ് കുറിച്ച് പോയാൽ മതി. പക്ഷേ എനിക്ക് സീൻ ഓർഡർ മസ്റ്റായിട്ട് എഴുതണം. അത് വേറൊരാളെ കാണിക്കാൻ വേണ്ടിയില്ല, പക്ഷേ എനിക്ക് സീൻ ഓർഡർ എഴുതിയാൽ മാത്രമേ, ആ സീൻ ഓർഡർ ഞാൻ മറ്റൊരാളെ കാണിക്കുക പോലും ചെയ്യണമെന്നില്ല.